മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരിച്ച 36 പേരെ DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞു. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് പരിശോധന നടത്തിയത്. ഷഹദ് റഹ്മാൻ വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, വലിയ ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ പരിശോധനാ ഫലത്തിന്റെ ലഭിക്കുന്ന വിശദാംശങ്ങൾ? അല്പസമയം മുൻപാണ് ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത്. 36 പേരുടെ ഈ DNA പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ 36 പേരെയും തിരിച്ചറിയാൻ സാധിക്കൂ, അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. കാരണം 17 മൃതദേഹങ്ങളും 56 ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 73 സാമ്പിളുകളാണ് രക്തസാമ്പിളുകളിൽ നിന്ന് ശേഖരിച്ച DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ 36 പേരെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്ന ഒരു വിശദാംശം ഇപ്പോൾ പുറത്തു വരുന്നത്. അത് കണ്ണൂർ ഫോറൻസിക് സയൻസ് ലാബിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. DNA പരിശോധനയിൽ തിരിച്ചറിയപ്പെട്ട മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിക്കുന്നതിന് ഈ മാനന്തവാടി സബ് കളക്ടർക്ക് വിശദാംശങ്ങൾ നൽകി കഴിഞ്ഞാൽ ഈ മൃതദേഹങ്ങൾ പിന്നീട് ഈ കുടുംബാംഗങ്ങളുടെ സൗകര്യാർത്ഥം മറ്റിടങ്ങളിൽ സംസ്കരിക്കാനുള്ള സൗകര്യം ജില്ലാ ഭരണകൂടം ഒരുക്കും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ DNA തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഈ ബന്ധുക്കളെ തിരിച്ചറിയും. അപ്പോൾ അവർക്ക് അവരുടെ മതപരമായ ചടങ്ങുകളും മറ്റും നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അതായത് എല്ലാവരെയും ഈ പുത്തുമലയിലാണ് സംസ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അവരുടെ മഹല്ലുകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ആചാരം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾക്കായി ഇത്തരത്തിൽ ജില്ലാ കളക്ടറുടെ ഓഫീസുമായി ബന്ധപ്പെടണം എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം അല്പസമയം മുൻപ് പുറത്തിറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാളുടെ തന്നെ ഒന്നിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായിട്ട് ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം ക്രോഡീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധുക്കൾക്ക്, അതായത് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഈ ബന്ധുക്കൾക്ക് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ സൗകര്യപ്രദമായ നടപടികൾ ജില്ലാ ഭരണകൂടം നിർവഹിച്ചു തരും. ശരി, DNA പരിശോധനയിൽ 36 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഷഹദ് റഹ്മാനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.